ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ബെൽസ് പൾസിയെ പറ്റി നോക്കാം. അതിൻ്റെ എൻക്ലെക്സാറൻ ടിപ്സും എനിക്ക് വന്നൊരു ഡിസീസ് കണ്ടീഷനാണ് എൻ്റെ 39 വീക്സ് പ്രഗ്നൻസിയിൽ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അപ്പം അതിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് ഏത് നെർവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? എന്തൊരു ചോദ്യമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് ഏത് നെർവാണെന്ന്. നമ്മുടെ ഫേഷ്യൽ നെർവ് എത്രാമത്തെയാ? 7th ക്രേനിയൽ നെർവ്. എല്ലാവരും ക്രേനിയൽ നെർവ് ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സാക്ട് കോസ് അൺനോൺ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ വൈറൽ ചില സംടൈംസിൽ. എനിക്കിത് വരുന്ന സമയത്ത് കഫും കോൾഡും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും നോക്കാം. ഡ്രൂപ്പിംഗ് മൗത്ത്, കാൻറ്റ് ക്ലോസ് വൺ ഐ, പിന്നെ ലോസ് ഓഫ് ടേസ്റ്റ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദി ടങ് ആൻഡ് നോ ഫോർഹെഡ് wrinkles ഓൺ ദ അഫക്റ്റഡ് സൈഡ്. ഇതൊക്കെയാണ് അതിന്റെ സയൻസ് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് വന്നത് ടേസ്റ്റ് ഇല്ലായിരുന്നു മൗത്തില്. അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് ടേസ്റ്റ് ഇല്ലാത്തത്? ഇനിയിപ്പോ കോൾഡിന്റെ ആണോ പ്രഗ്നൻസിയുടെ ആണോ? കാരണം ഇങ്ങനെ ഒരു ഡിസീസ് എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ രാവിലെ മൗത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വായിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം താഴോട്ടാണ് പോകുന്നത്. ഇതെന്താണെന്ന് മിററിൽ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ മൗത്ത് ഒരു വശത്തോട്ട് ഓടിയിരിക്കുന്നു. പിന്നെ ഞാനെല്ലാം സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് വെള്ളം കുടിക്കുക. ലിക്വിഡ് എന്ത് സാധനമാണെങ്കിലും സ്ട്രോ ഉപയോഗിച്ച് എനിക്ക് കുടിക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ താഴോട്ട് പോകും, നമ്മുടെ ഉള്ളിലോട്ട് പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു കണ്ണ് എനിക്ക് അഫക്റ്റഡ് സൈഡിലെ കണ്ണ് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിലൂടെ വെള്ളവും വരുന്നുണ്ടായിരുന്നു. ചില ടീയേഴ്സോടെ ഡ്രൈ ഐ ഇതിൻ്റെ ഒരു സയൻസ് ആണ്. അപ്പൊ ഇത്രയാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ കണ്ട സയൻസ്. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഡോക്ടറോട് വിളിച്ച് ഞാൻ എൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞപ്പോഴത്തേനും കാര്യം മനസ്സിലായി. എന്നോട് ഹോസ്പിറ്റലിലോട്ട് അപ്പം തന്നെ ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ട്രീറ്റ്മെന്റ്സ് പഠിച്ചവരൊക്കെ അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, പിന്നെ വൈറൽ റിലേറ്റഡ് ആണെങ്കിൽ വൈറൽ മെഡിസിൻസ്, ആന്റിവൈറൽ മെഡിസിൻസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഐ പ്രൊട്ടക്ഷൻ ചെയ്യണം. പിന്നെ ആർട്ടിഫിഷ്യൽ ഐ ടിയർ. പിന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ ഐ പാച്ചസ് ഉപയോഗിക്കും, കാരണം ഒരു കണ്ണ് അടയ്ക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഫിസിക്കൽ തെറാപ്പി. ഇത്രയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അതിൽ ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് കോർട്ടിക്കോസ്റ്റീറോയിഡ് 60 mg ആണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രെഡ്നിസോൺ 60 mg സ്റ്റാർട്ട് ചെയ്തു. അത് ടാപ്പർ ചെയ്ത് 5 mg എത്തിയിട്ട് നിർത്തി. കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് പിന്നെ കുട്ടിയുടെ വളർച്ചയൊക്കെ എല്ലാം ആയല്ലോ. അപ്പൊ സ്റ്റീറോയിഡ് എടുക്കുന്നതിൽ വലിയ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടാണ് മെഡിസിൻ്റെ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ആയത്. ആ കൂട്ടത്തിൽ ഞാൻ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ എനിക്ക് EEG ടെസ്റ്റും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തായിരുന്നു. ഇത്രയാണ് എനിക്ക് അവിടെ നിന്ന് ചെയ്ത ടെസ്റ്റുകളും ഞാൻ എടുത്ത ട്രീറ്റ്മെന്റും. അപ്പൊ നമ്മൾ എൻക്ലെക്സിന് വേണ്ടി പഠിക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഈ ബെൽസ് പൾസി നോട്ട് എ സ്ട്രോക്ക്. കാരണം എന്താ? സ്ട്രോക്ക് പഠിച്ചവർക്ക് അതിന്റെ ആൻസർ അറിയത്തില്ലേ? എന്താണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൽസ് പൾസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബെൽസ് പൾസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിന്റെ ഒരു സൈഡിൽ മാത്രമേ അഫക്റ്റ് ആവത്തുള്ളൂ. പക്ഷെ സ്ട്രോക്ക് അങ്ങനെയാണോ? സ്ട്രോക്ക് ഫേസിൽ മാത്രമാണ് അഫക്റ്റ് ആകുന്നത്. ഫാസ്റ്റ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പം സ്ട്രോക്ക് പഠിക്കാത്തവര്, ഞാനൊരു ദിവസം സ്ട്രോക്കിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയേണ്ടത് പേഷ്യന്റിനോട് ഐ പ്രൊട്ടക്ഷൻ. കാരണം കണ്ണ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കോർണിയൽ ഡാമേജ് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഐ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് പേഷ്യൻസിനോട് പറയുന്നത്. ഇതിന്റെ റിക്കവറി വീക്സ് ടു മന്ത്സ് ആണ് എടുക്കുന്നത്. എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് റിക്കവറി ഒരു 2 months എടുത്തു. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തുനിന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തന്നെ അവരെന്നെ ടീച്ച് ചെയ്തു, ഹോം. അതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. എനിക്കൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. വന്നെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും അത്ഭുതവും സങ്കടവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഫുള്ളി റിക്കവറി ആയി. അപ്പൊ നിങ്ങളിത് പഠിക്കാൻ നേരത്ത് എളുപ്പമല്ലേ ഇത് പഠിക്കാൻ വേണ്ടി? എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഓർത്തിരിക്കാനായിട്ട് പറ്റത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഏതെങ്കിലും ടോപ്പിക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നോട് കമന്റ് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എൻക്ലെക്സ് ടിപ്പ്, ബെൽസ് പൾസി ഈസ് നോട്ട് എ സ്ട്രോക്ക്. പിന്നെ പേഷ്യന്റിനോട് ഐ പ്രൊട്ടക്ഷൻ പറയണം, എക്സസൈസ്. എല്ലാവർക്കും താങ്ക് യു. പിന്നെ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. വീണ്ടും കാണാം.